ഹലോ നമസ്കാരം, ഞാൻ ഉഷ വടാശ്ശേരി. എൻ്റെ ഫാൻറ്റസി ഹോം യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഞാൻ മിനിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, റോസ്മേരി കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഹെർബൽ വാട്ടർ ഉണ്ടാക്കണമെന്നുള്ളത്. അതേപോലെ തന്നെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് റോസ്മേരി കൊണ്ടുള്ള ഒരു ഓയിലാണെന്ന്. അപ്പോൾ എൻ്റെ വീട്ടിൽ കേശവർദ്ധിനി എന്ന് പറഞ്ഞ ചെടിയുണ്ട്. ഇതാണ് കേട്ടോ കേശവർദ്ധിനി എന്ന് പറഞ്ഞ ചെടിയാണ്. ഇതിൻ്റെ ഇല നമ്മൾ യൂസ് ചെയ്യും. അത് മുടി വളരാനും എന്താ പറയുക, മുടിയുടെ ഉള്ളിൽ നല്ല തിക്ക് വരാനും മുടിക്ക് കൊഴിയാണ്ടിരിക്കാനും ഒക്കെ നമ്മൾ എണ്ണ കാച്ചുന്നതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ലീഫ് കേട്ടോ, കേശവർദ്ധിനി. അത് ഞാൻ കുറച്ച് അതിൽ പൊട്ടിച്ചിട്ടുണ്ട്. അതേമാതിരി കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില മുടി കറുക്കാനായിട്ട് ബെസ്റ്റാണ്, അടിപൊളി സാധനമാണ് കറിവേപ്പില. അപ്പോൾ കേശവർദ്ധിനിയുടെ ഇല കുറച്ച് പൊട്ടിച്ചു. അതേമാതിരി റോസ്മേരി കുറച്ചെടുത്തു, കറിവേപ്പിലയും കൂടിയിട്ട്. റോസ്മേരി ഞാൻ മിക്സിയിലിടില്ല, കറിവേപ്പിലയും എന്താ പറയുക കേശവർദ്ധിനിയുടെ ലീഫും കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിൽ. അതേ കോക്കനട്ട് ഓയിലിൻ്റെ കളറ് കണ്ട ഓയിലും രണ്ടും കൂടി ഒരേ മാതിരിയാണ്. അപ്പോൾ ഞാൻ പക്ഷേ ഒരു 3-4 ദിവസത്തേക്ക് തേക്കാനുള്ള കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. ആ വെളിച്ചെണ്ണയിൽ ആദ്യമായിട്ട് നമ്മൾ റോസ്മേരി നമ്മൾ കുറച്ച് ലീഫ് ഒരു 2 ടീസ്പൂൺ നമ്മളതിടുക. ഇട്ടതിന് ശേഷം നമ്മൾ ഈ മിക്സിയിൽ നമ്മളൊന്ന് ചതച്ച് വെച്ചിട്ടില്ലേ, ഈ കറിവേപ്പിലയും കേശവർദ്ധിനിയുടെ ലീഫും കൂടിയിട്ട് ചതച്ച് വെച്ചത്, അതും കൂടി ആ ഓയിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിടുക. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും, കറിവേപ്പില അല്ലെങ്കിൽ അറിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു പത വരെ ഇങ്ങനെ കാണും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഈ ലീഫുകൾ കംപ്ലീറ്റ് താന്ന് പോയിട്ട് റോസ്മേരിയുടെ ലീഫ് മുകളിൽ പൊങ്ങി ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ എണ്ണ പാകമായി എന്നാണ് അർത്ഥം. ഈ പതകൾ കംപ്ലീറ്റ് വറ്റണം. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാവുന്നതാണ്. മുടി കൊഴിച്ചിലിനും മുടി കറക്കാനും ഒക്കെ ബെസ്റ്റാണ്. പുരികത്തുമ്മയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. ജെൻസിനും ലേഡീസിനും ഒരേമാതിരി യൂസ് ചെയ്യാൻ പറ്റിയ എണ്ണയാണ്. ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് കമൻറ്റ്സ് തരാൻ മറക്കണ്ട, നോട്ടിഫിക്കേഷൻ ബെല്ല് അമർത്താൻ മറക്കണ്ട കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ആദ്യം ഈ ഓയിൽ തേച്ചതിന് ശേഷം നമ്മൾ ആ റോസ്മേരിയുടെ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല ഡിഫറെൻ്റാണ്, നല്ല മാറ്റങ്ങൾ വരും. കാരണം ഞാൻ ഒരു ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. മുടി കൊഴിച്ചിലുണ്ടാവില്ല, മുടിക്ക് നല്ല കറുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും യൂസ് ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു സോ മച്ച്.